എന്നും മരിച്ചവർക്ക് യാസീൻ ഓതണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ കൂടെ നടന്നോണമെന്നില്ല. വെള്ളിയാഴ്ച രാവിൽ മരണപ്പെട്ടവർക്കൊരു യാസീൻ ഓതി തോർക്കണം. എന്നും ആരെ മങ്കൂസ് മൗലൂദ് ഓതണം എന്ന് പറഞ്ഞപ്പോ നടക്കൂലല്ലോ. മാസത്തിലൊരിക്കല് മക്കളെയും പേരെ കുട്ടികളെയും കൂട്ടിയിട്ട് ഒരു മങ്കൂസ് മൗലൂദിന്റെ 2 ഹദീസും പിന്നെ ഒരു അവസാനത്തെ ഹദീസ് ഓതിയിട്ടൊന്ന് തോർക്കണം. അങ്ങനെ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് തസ്ബീഹ് നിസ്കരിക്കണം. അതാണ് നമ്മൾ 25 പള്ളിയിൽ നിസ്കരിക്കല്. ജീവിതത്തിൽ ഒരു ഹത്തെങ്കിലും തീർക്കണം. അവനാന്റെ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കണേന്റെ മുന്നേ അവനാൻ തന്നെ ചെല്ലണം. പള്ളിക്കൊന്ന് കിട്ടിയ ലാഭം അത്രയല്ലേ ഉള്ളൂ. പള്ളിക്കൊന്ന് മരിച്ചാൽ വെള്ളിയാഴ്ച ഒരു ദിക്ർ ഉണ്ടായാലുണ്ട്, പല പള്ളിക്ക് ഉണ്ട്, ഇവിടെ ഉണ്ടാവും എന്നാ വിചാരിക്കണേ, പലയിടത്തും ഉണ്ടായാലുണ്ട്. കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ കിട്ടിയില്ല. എല്ലാ കാലം ഒന്നും കിട്ടിക്കോളന്നില്ല, എപ്പം ഉണ്ട് എന്ന് വിചാരിക്കാം. നാളെ കമ്മറ്റിയൊക്കെ മാറി വലിയ വലിയ പുരോഗമനവാദികളൊക്കെ വന്നിട്ട് അതൊന്നും ഇപ്പോൾ വേണ്ട ഒരു എല്ലിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത് മുടങ്ങി. അവനാന്റെ 70,000 അവനാൻ ചെല്ലി വെച്ചാലേ സംഗതി റാഹത്തായി. മറ്റേത് കിട്ടിയ ലാഭത്ത് കൂട്ടാം. ഒരു 70,000 അവനാനാണ് ചെല്ലിയാല് എത്ര നന്നു സംഗതി. അതന്നെ ആയുസ്സിലൊരു 70,000 ഞാൻ പറഞ്ഞത്, അല്ലാതെ ഇടക്കിടക്ക് 70,000 പറയണില്ല. ആയുസ്സിലൊരു 70,000 ഒരു ഹത്തം മുഴുവനായിട്ട്. അത് ആണുങ്ങളോട് പ്രത്യേകം പറയണമെന്നാണ്. പെണ്ണുങ്ങൾ ഖുർആനോത്തിൽ കുറച്ച് മുമ്പിലാണ്, ആണുങ്ങൾ വളരെ ബാക്കിലാണ്. ഇനിയിപ്പോൾ റമദാൻ മാസമല്ല വരുന്നത്. ഞാനിപ്പോൾ കഴിഞ്ഞ റമദാനിൻ്റെ മുമ്പത്തെ റമദാനിൽ, അതോ ഞാൻ അതിൻ്റെ മുമ്പത്തെ റമദാനിലാന്നറിയില്ല, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് റമദാൻ 28 അന്ന് ഒരു ഖത്മുൽ ഖുർആൻ എന്നുകൊണ്ടൊരു പരിപാടി വെച്ചു. മഹല്ലത്തെ എല്ലാ ആൾക്കാരും വന്നിട്ട് എല്ലാവരും ഓരോ ജുസ് ഓതിയിട്ട് ഒന്നിച്ചു തോരക്കുക. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് എല്ലാവരോടും നിങ്ങളെല്ലാവരും റമദാനായിട്ട് തീർത്ത ഹത്തത്തിൻ്റെ എണ്ണവും പേരും ഒന്ന് എഴുതിയിട്ടൊരു കടലാസിൽ കൊണ്ടുകൊണ്ടും ദോരക്കുമ്പം മനസ്സിനൊരു റാഹത്ത് കിട്ടാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പെണ്ണുങ്ങൾ 2 ഹത്തം 3 ഹത്തം 12 ഹത്തൊക്കെ തീർത്ത പെണ്ണുങ്ങളുണ്ട്. ആണുങ്ങൾ ഉസ്താദെ 1ാമത്തെ ഹത്തം തീരാനാകണുണ്ട്, ദോരക്കുണ്ട് പറഞ്ഞു. അതിങ്ങനെ ഇളകുകയാണ്, ആകണുള്ളൂ. അതുകൊണ്ട് ആണുങ്ങളതിൽ വളരെ ബാക്കിൽ. ആണുങ്ങളിപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ റമദാൻ 1-ന്റെ അന്ന് പള്ളിക്കണ്ട് വന്നിട്ട് ളുഹ്ർ നിസ്കരിക്കാൻ കഴിഞ്ഞിട്ട് ഒരു പലക ഉണ്ടാവും മരത്തിൻ്റെ, അതിങ്ങനെ വെച്ചിങ്ങാണ്ട് അതിന്മേൽ ഒരു മുസാഫ് കൊണ്ട് വെച്ചിട്ട് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും. 2 പേജിന് കഴിയുമ്പോഴത്തിന് ഫോണിക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് വരും. അപ്പോൾ ആ ഫോൺ എടുത്തുകൊണ്ട് അന്നാണ് പോയാൽ പിന്നെ 25,000 വരും. അതാണ് ഇപ്പോൾ ഈ തീരിനുണ്ട് ദോരക്കൂടി പറഞ്ഞതേ. ഏത് അന്നാ പോയിട്ട് പിന്നെ 25,000 വന്ന സാധന. അതുകൊണ്ട് ആണുങ്ങൾ ഖുർആനോത്തിൽ വളരെ ബാക്കിലാണ്. ഒന്ന് ഉഷാറായിട്ട് റമദാൻ മാസമല്ല വരുന്നത്. ഒരു ഹത്തെങ്കിലും ഈ റമദാൻ കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റണം. ഇപ്പം തന്നെ വേണമെങ്കിൽ തുടങ്ങാം. ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ തുടങ്ങാം, കുഴപ്പമൊന്നുമില്ല. റജബിലാണ് തുടങ്ങിക്കോളി. എന്നിട്ടെങ്കിലും ആ 25,000 അന്നേക്ക് ആ റബ്ബിന്നാസിൻ്റെ അവിടെ എത്തിയിട്ട് പിന്നെ ഒരു ഫാത്തിഹയും അൽബഖറയും ഒരു 5 ആയത്തും അത് തുടങ്ങി വെച്ച് അടുത്ത ഹത്തം കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ദുആ നടത്തിയാണ്ടല്ലോ റാഹത്തേക്കാരം. അതുകൊണ്ട് ഉള്ള ഇൽമുകൊണ്ട് അമൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇൽമിൽ ബറക്കത്തുണ്ടാകുക. അപ്പോൾ പല തരത്തിലുള്ളതുകൊണ്ട് കൊല്ലത്തിലൊരുക്ക ചെയ്യാൻ പറ്റിയതുണ്ട്, ആയുസ്സിലൊരുക്ക ചെയ്യാൻ പറ്റിയതുണ്ട്, മാസത്തിൽ ചെയ്യാൻ പറ്റിയതുണ്ട്, ആഴ്ചയിലുണ്ട്, എന്നും ചെയ്യേണ്ടതും ചെയ്യാൻ പറ്റിയതുണ്ട്. അവനക്കാണ്ട് കഴിയും പോലെ ഉള്ള ഇൽമനുസരിച്ച് അമൽ ചെയ്യണം എന്നതാണ് 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം ഭൗതികമായ തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലത്തെ ഉയർത്തിക്കൊണ്ടുവരണം. ഒരാൾക്ക് ഭൗതിക വിജ്ഞാനം കൂടുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനം കൂടണം. മൗലാന ഷൗക്കത്ത് അലി എന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായ ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു, മൗലാന ഷൗക്കത്ത് അലി. മൗലാന ഷൗക്കത്ത് അലിയോട് തൻ്റെ ഉമ്മ ഒരിക്കൽ പറഞ്ഞു, മോനെ, നിന്റെ വിവരത്തിൽ ഏറ്റവും വലിയ വിവരം മുഹമ്മദ് നബിയെ കുറിച്ചുള്ള വിവരമായിരിക്കണം. ഈ സാധനത്തിന്റെ പേര് മൈക്രോഫോൺ എന്നാണ്. ഇതിന്റെ മുമ്പിലുള്ള ഈ സാധനത്തിന്റെ പേര് മൈക്രോഫോൺ എന്നാണ്. ഇതിന്റെ പേര് മൈക്രോഫോൺ എന്നാണെന്ന് മൗലാന ഷൗക്കത്ത് അലി പഠിച്ചാൽ അന്ന് ഒരു ഉസ്താദിനെ പോയി കണ്ടിട്ട് മുഹമ്മദ് നബിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു തന്നെന്ന് പറയും, സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. എന്നിട്ട് നബി തങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പഠിക്കും. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വിവരമായിരിക്കണം ഇൽമിലെ ഏറ്റവും വലിയ വിവരം എന്നാണ്.
അത് സ്നേഹത്തിൻ്റെ അടയാളമാണ്. സ്നേഹമുള്ളതിനെ കുറിച്ച് പറയാൻ കഴിയുകയും പറയുകയും ചെയ്യുന്നതാണ്. ചില ആൾക്കാർ വൈകുന്നേരം അസറസ്കാരം കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി പീടിയിൽ വന്നാൽ വർത്താനം ഇങ്ങനെ തുടങ്ങുന്നേ, എൻ്റെ പേരക്കുട്ടി ഇന്ന് വൈകുന്നേരത്ത് സ്കൂളിട്ട് വന്നപ്പോഴേ മാംഗോന്ന് ഇംഗ്ലീഷാണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങുക. അതിൻ്റെ അർത്ഥം എന്താ? പേരക്കുട്ടിയോട് നല്ല ഇഷ്ടമുണ്ട് എന്നാണ്. ഇഷ്ടമുള്ളതിനെ കുറിച്ച് എല്ലാവരും പറയും. എനിക്ക് എൻ്റെ കയ്യിനെ കുറിച്ച് പറയാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിനെ കുറിച്ച് പറയാൻ കഴിയുമെങ്കിൽ എൻ്റെ ഈ കയ്യിനേക്കാൾ മുഹമ്മദ് നബിയുടെ കയ്യിനോട് ഇഷ്ടമുണ്ട് എന്ന് വരും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇൽമിൽ വെച്ച ഏറ്റവും വലിയ ഇൽമ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള വിവരമാകണം. അതാണ് ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയരണം എന്ന് പറഞ്ഞത്. ഇനി വരുന്ന കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ ഈമാൻ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വരുന്ന എല്ലാ സംശയങ്ങളും മുഹമ്മദ് നബിയെ കുറിച്ചുള്ള സംശയമായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വരുന്ന കാലത്തെ ഏറ്റവും കൂടുതൽ ഈമാൻ നിലനിൽക്കണമെങ്കിൽ പഠിക്കേണ്ട വിഷയവും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിഷയമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റഫുൽ ബശറാണ്, മനുഷ്യരിൽ ഏറ്റവും ഷറഫുള്ള ആളാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് റോസാപ്പൂവിന്റെ മണമായിരുന്നു എന്ന് ഇമാം തുർമുദി തന്റെ ശമാഇലിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങുന്ന സമയത്ത് നെറ്റിത്തടത്തിൽ വിയർപ്പ് പൊടിയാറുണ്ടായിരുന്നുവെന്നും ആ വിയർപ്പ് തുടച്ചെടുത്തിട്ട് കുപ്പിയിലാക്കി സുഗന്ധമാക്കി സൂക്ഷിക്കൽ പതിവുണ്ടായിരുന്നു അവിടുത്തെ ഉമ്മമാരായ, അവിടുത്തെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നും ചരിത്രത്തിൽ നസ്സാൻ. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ നടന്നു പോയാൽ സുഗന്ധം കൊണ്ട് തിരിച്ചറിയൽ പതിവുണ്ടായിരുന്നു എന്നാണ്. നബി തങ്ങൾ ഈ വഴി കൂടെ നടന്നു പോയിട്ടുണ്ട്. നമ്മളെ കജ്ജിങ്ങനെ ഒന്ന് വരതിങ്ങാണ്ട് ഇങ്ങനെ വാസനിച്ച് നോക്കിയാൽ കോഴിക്കോട്ടേക്ക് തലട്ടമായിട്ടുണ്ടാവും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല, മുഹമ്മദ് നബി അഷ്റഫുൽ ബശറാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരിൽ അങ്ങനത്തെ ഒരു മനുഷ്യൻ ലോകത്തൊരു കാലത്തുണ്ടായിട്ടില്ല, ഇനിയൊരു കാലത്തോട്ടുണ്ടാവില്ല. അതന്നെ ഒരു മനുഷ്യന്റെ കണ്ണെങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഉത്തരം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണെങ്ങനെയാണോ അതാണ് മനുഷ്യന്റെ ഒറിജിനൽ കണ്ണ്. ഒരു മനുഷ്യന്റെ ഒറിജിനൽ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നീളം എത്രയാണോ അതാണ് ഒരു മനുഷ്യന്റെ ഒറിജിനൽ നീളം. അതാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റഫുൽ ബശറാണ്, മനുഷ്യരിൽ ഏറ്റവും ഷറഫുള്ള ആളാണ്. എന്നാൽ നബി തങ്ങൾ അഷ്റഫുൽ ബശർ മാത്രമല്ല, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റഫുൽ അംബിയ ആണ്. മനുഷ്യരിൽ ഏറ്റവും പ്രധാനമുള്ളതാണ് അമ്പിയാക്കൾ. അമ്പിയാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ അംബിയ ആണ്.